നമ്മ ഇത് വാങ്ങി ലുലുന്ന് വാങ്ങി പുതിയ ഉടുപ്പ കൊള്ളാല്ലേ കണ്ടു മക്കളെ മക്കളെ അമ്മയുടെ ഉടുപ്പ് കണ്ണു വയ്യാന്ന് രാജ്യത്തിന് പോകുന്നതിന് ഇത്ര ഡെക്കറേഷൻ മക്കളെ പോയി ഡോക്ടറെ കണ്ടിട്ട് ഒരു വഴിക്ക് പോയിട്ട് ഇപ്പൊ അങ്ങോട്ട് വന്നതേ ഉള്ളു ഗൈസ്. അടുത്ത പരിപാടിക്ക് പോവാ. റെഡിയല്ലേ? ഒരു കണ്ണ് ചെറുതും ഒരു കണ്ണ് വലുതുമായിട്ടിരിക്കുന്നു. അപ്പൊ എവിടോട്ട് പോകുന്ന NS പോവാം. വേറെ അടുത്തൊക്കെ വിളിച്ചു ചോദിച്ചപ്പോ അവിടെയൊക്കെ തിരക്കാ. NS പോയി. ഒരു കണ്ണ് ചെറുതാണല്ലോ കണ്ണ് വയ്യ ആശുപത്രി പോകാൻ 2 മണിയായി. കണ്ണല്ലേ, അപ്പൊ അതുകൊണ്ട് ആശുപത്രി പോയിട്ട് വരാം അല്ലേ. ഓട്ടോയ്ക്ക് വെയിറ്റ് ചെയ്യാം, ഓട്ടോ വരട്ടെ. അപ്പൊ റംബൂട്ടാൻ പിച്ചുവാണ് ഗൈസ്. എന്തിനാന്ന് എനിക്കറിയില്ല, പക്ഷേ റംബൂട്ടാൻ പിച്ചു ആർക്ക് കൊടുക്കാനാണെന്നൊന്നും എനിക്കറിയില്ല. ഞങ്ങളുടെ വീട്ടിൽ ഇഷ്ടംപോലെ റംബൂട്ടാനുണ്ട്. എല്ലാ കാലത്തും റംബൂട്ടാൻ കാണും. നമ്മൾ ഓട്ടോയ്ക്ക് വെയിറ്റ് ചെയ്യും. ഓട്ടോ വന്നില്ല. സോമയമ്മ അപ്പുറത്ത് പോകുന്നുണ്ട്. അച്ഛൻ പിച്ചിയൊക്കെ താഴോട്ട് ഇറക്കുന്നുണ്ട്. നോക്ക്. അപ്പൊ നിങ്ങൾ കാണുന്നുണ്ടോന്ന് എനിക്കറിയാൻ വയ്യ. അതിന്റെ ഇടയ്ക്കുണ്ട് അച്ഛൻ. അപ്പോൾ ഇപ്രാവശ്യം ഇച്ചിരി കുറവായിരുന്നു കേട്ടോ റംബൂട്ടാൻ. എന്നാലും ബാക്കിയുള്ളതെല്ലാം പിച്ചി വെക്കുകയാണ്. ഇവിടെ കൂടെ വഴി കൂടെ പോകുന്ന മക്കളൊക്കെ എപ്പോഴും ചോദിക്കും റംബൂട്ടാനുണ്ടോ. എനിക്കൊന്നും വലിയ താല്പര്യമുള്ള സാധനമേ അല്ല. എനിക്ക് വലിയ താല്പര്യമില്ല, ഇഷ്ടവുമല്ല. ഇപ്പം ഒരുപാട് നമ്മൾ കടിച്ചത് കൊണ്ടായിരിക്കും നമുക്ക് അതിനോടൊരു താല്പര്യക്കുറവ് ഫീൽ ചെയ്യുന്നത്. ഇങ്ങനെ പറിച്ചുകൊണ്ടിരിക്കും. പിള്ളേർക്ക് കൊടുക്കാനാണോ ഈ പിച്ചുന്നേ? അല്ലാതെ കുറെ പിള്ളേരുണ്ട് സ്കൂളിൽ പോകുന്നത്. പറയുന്നയാ ഇവിടുത്തെ ടീച്ചർ എന്നെ പഠിപ്പിച്ചേ. ഏതാ മിനിയോ? നല്ല മിനി. ഫോണിന്റെ ആരെയും വിളിക്കുകയാണ്. എന്റെ പൊന്നച്ച ഇതെന്തോ ഇത് റോക്കറ്റ് പോലൊക്കെ ഇടുന്നു. പൊട്ടിപ്പോവും ഷീറ്റ്. പിന്നെ ടീച്ചറുടെ കുട്ടികൾ വരുമ്പോ ഞാൻ കൊടുക്കാതിരിക്കാൻ പറ്റൂ? പറക്കി വെക്കാൻ പോവാന്ന് തോന്നുന്നു. സോമയെടുത്താ ചോദിക്കുന്ന എല്ലാരും ഇവിടെ ഉണ്ടോന്ന്. അമ്മ എന്താ പറയാ, ഇല്ലെന്ന് പറയോ? പിച്ചാക്കത്തിലെ മക്കളെന്ന് പറയും. സ്വാഭാവികം. എന്തുവാ വേണോന്ന് ചോദിക്കുന്നത്? റംബൂട്ടാൻ. മാതാശ്രീ ഈസ് ആസ്കിങ് ഫോർ റംബൂട്ടാൻ. നീ ഞങ്ങളുടെ വീട്ടിലെ റംബൂട്ടാൻ മധുരം ഉണ്ടോ നോക്കട്ടെ. സൂപ്പർ. എനിക്ക് ഈ സാധനം ഇഷ്ടമല്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വില കൂടുതലാണെങ്കിലും ഇതിന് ഭയങ്കര വിലയല്ലേ അത്യാവശ്യം. ഇത് പുളിയുണ്ടമ്മ? എനിക്ക് പുളിയുണ്ട്. നല്ല പഴുത്തതാ. ഇവര് ഇപ്പം മോനും ഉണ്ടല്ലോ, അതായത് യാശുവും ഇത് കേറി ഇറങ്ങി തിന്നും. അച്ചു വന്നാലും അവൻ തിന്നും. എനിക്കിഷ്ടമല്ല. എനിക്കും ആക്രിക്കൊന്നും ഇഷ്ടം. കുറവായിരുന്നു ഇപ്രാവശ്യം. പഠിക്കാൻ പോയോ? അറിയാൻ വയ്യ. നിഷ കൊച്ചിനെ കൊണ്ട് ആശുപത്രി പോയിരുന്നേ. അച്ചുവിന് പനിയാണ്. അപ്പൊ അച്ചുവിന് വയ്യാത്തത് കൊണ്ട് നിഷ രാവിലെ ഹോസ്പിറ്റലിൽ പോയതാ. അല്ല എൻ്റെ കൂടെ വന്നേനെ. ഓരോരോ പരിപാടികൾ പുതുതായിട്ട് പദ്ധതി ഇടുക. എന്നിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അവിടെ വയ്യ, ഇവിടെ വയ്യ, കൈ വയ്യ, കാല് വയ്യ എന്നൊക്കെ പറയും. ഇത് മൈൻഡ് ചെയ്ത് ഗൈസ്, ഇതൊക്കെ സ്വാഭാവിക. പുളിയാ, ഇത് പുളിയാ. എനിക്ക് വേണ്ട. എന്നാ പുളിയാ, അമ്മച്ചി എടുത്ത് തിന്നു. നല്ല പുളിയാ. അതിന് പുളി എന്ന് പറഞ്ഞാൽ പുളിയും ഉണ്ട് മധുരവും ഉണ്ട് അല്ലേ. ഒരു 50-50 ചാൻസിലാണ് പോകുന്നത്. ഞങ്ങളുടെ ഓട്ടോ വന്നു ഗൈസ്. അപ്പൊ പോവാം ഗൈസ്. ഓട്ടോ വന്നിട്ടുണ്ട്. നീല ഓട്ടോ, ഇലക്ട്രിക് ഓട്ടോ ആണ് കേട്ടോ. മുഹബത്തിക്കാട് ഓട്ടോയാണ്. അപ്പൊ വന്നിട്ടുണ്ട്. നമുക്കിനി നേരെ കയറിയിട്ട് NS പിടിക്കാം. എന്താവൂന്നൊന്നും അറിയത്തില്ല. കണ്ണിന് വയ്യാലോ, നമുക്ക് നോക്കാം. സമയച്ചി ഓട്ടോ വന്നു, മുഹബത്തിക്കാട് ഓട്ടോ വന്നു. ഞങ്ങൾ പോകും. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇത്ര 5 മിനിറ്റ് പോലും ഇല്ല NS പോവാൻ. ഡോക്ടർ പോവാതിരുന്നാ മതി, ബാക്കിയെല്ലാം ഓക്കെ. നിങ്ങള് പോയിട്ട് കണ്ണ് കാണിച്ചിട്ട് വരാം. യാശുവിന് 4 മണിക്ക് വിളിക്കണം. ഡോക്ടറെ കണ്ടിട്ട് വരാം. ഓഹോ, സൗണ്ട് കുറച്ച് കൂട്ടി ഇട്ടിട്ടുണ്ട്. എനിക്ക് 5-6 സബ്സ്ക്രൈബേഴ്സിനെ തന്നേക്കാം. നമ്മള് അവരെ കൂടെ സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കണം. എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്. എന്താണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തത്? നിങ്ങൾ വീഡിയോ വന്ന് കണ്ടിട്ട് പോകുന്നതായിട്ട് എനിക്ക് മറ്റേ ഡിറ്റക്റ്റീവ്സ് പറയുന്നു. പക്ഷെ സബ്സ്ക്രൈബ് ചെയ്യുന്നത് കുറവാ. എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. യാഷ് പറയുന്നത് കമന്റ് കറോ, അങ്ങനെയല്ലേ അവൻ പറയുന്നത് കമന്റ് കറോ. അങ്ങനെ കറോ. എല്ലാരും സബ്സ്ക്രൈബ് കറോ. ഓക്കെ ഗൈസ്, നമുക്ക്
ഇനി അടുത്ത പരിപാടിക്ക് ഒരു പരിപാടി കൂടെ കഴിഞ്ഞ് ഇവിടെ വന്നതേ ഉള്ളൂ. അടുത്ത പരിപാടി കണ്ണ് പരിപാടി NS പോവാം. അപ്പൊ ഇനിയാണ് ഗൈസ് ശരിക്കും യുദ്ധം. ഇവിടുന്ന് ഒരു ടോക്കൺ കിട്ടി അകത്ത് കയറുക എന്നുള്ളത് ഒരു ചടങ്ങാണ്. ഭയങ്കര തിരക്കാണ് എപ്പോഴും. ഡേ ടൈമിൽ ഫുൾ ടൈം അവിടെ ഭയങ്കര തിരക്കാണ്. പിന്നെ നേരെ ഒഫ്താൽമോളജി പോയി എന്നെ കയറ്റിയില്ല. ഞാൻ കുറേ നേരം പോസ്റ്റ് അടിച്ച് വെളിയിലിരുന്നു. പിന്നെ വന്നപ്പോൾ ഇവിടെ ഫാർമസിയിൽ ഇവിടെ ഒരു കുതിരയെ പിടിക്കാൻ ആളുണ്ട്. എനിക്ക് കിട്ടിയ ടോക്കൺ ആവട്ടെ 623 കണ്ടായിരുന്നു. അവിടെ 600 വിളിക്കുന്നതേ ഉള്ളായിരുന്നു. പിന്നെ ഞങ്ങൾ മരുന്നിന്റെ തുണ്ട് വാങ്ങി വെളിയിൽ നിന്ന് മരുന്നെടുക്കാം എന്നുള്ള രീതിയിൽ ഇറങ്ങി കേട്ടോ. പിന്നെ നേരെ ഈ ഫ്രണ്ടിൽ നിന്ന് തന്നെ കൈകാട്ടി വിളിച്ചാൽ മതി, ഇഷ്ടം പോലെ ഓട്ടോ കിട്ടും. നമ്മൾ അങ്ങ് വരെ ഒന്നും നടക്കുകയൊന്നും വേണ്ട കേട്ടോ. അങ്ങനത്തെ സെറ്റപ്പ് ഉണ്ട് NSന്. അപ്പൊ ഇവിടെ നിന്ന് വിളിക്കുമ്പോഴേ ഇതാ ഓട്ടോ വന്നു. ഇനി ഓട്ടോയിൽ കയറി അടുത്തുള്ള ഒരു മെഡിക്കൽ സ്റ്റോർ കണ്ടുപിടിക്കാനൊന്നുമില്ല. ഞങ്ങളുടെ വീട്ടിന്റെ തൊട്ടടുത്തുള്ള മെഡിക്കൽ സ്റ്റോർ ഇതാണ്. ഇവിടെ ചോദിച്ചപ്പം കണ്ണിന്റെ മരുന്നായതുകൊണ്ട് ഇല്ല ഗൈസ്. പിന്നെ നേരെ തോട്ടത്തിൽ വിട്ടു. ഇത് നമ്മുടെ ചന്തയുടെ അടുത്താണ് കേട്ടോ. തട്ടാമല ചന്തയുടെ തൊട്ടടുത്താണ് തോട്ടത്തിൽ മെഡിക്കൽസ്. അപ്പൊ അവിടെ ഉണ്ടായിരുന്നു സാധനം. ഒരു മരുന്ന് കിട്ടി, ഒരു മരുന്ന് വൈകിട്ട് കൊണ്ടുതരാമെന്നും പറഞ്ഞിട്ടുണ്ട്. ലൊക്കേഷൻ ഒന്ന് നോക്കി വെച്ചോട്ടോ. അത്യാവശ്യക്കാർക്ക് പറ്റിയൊരു മെഡിക്കൽ സ്റ്റോറാണ്. ഏത് മരുന്നും അവിടെ കിട്ടും. അപ്പം ഞാനിങ്ങനെ കയറി ഇരുന്നിട്ട് അമ്മയ്ക്ക് എങ്ങനെ ഉണ്ടെന്നൊക്കെ ഇങ്ങനെ അപ്പം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അമ്മ ഏതാണ്ട് പറയുകയും ചെയ്യുന്നുണ്ട്. പിന്നെ അമ്മയുടെ കണ്ണ് കണ്ടോ, വെള്ളം എടുക്കുന്നുണ്ട്. നല്ല ഇറിറ്റേഷനും ഉണ്ടെന്ന് തോന്നുന്നു പാവം. അപ്പം മരുന്ന് വാങ്ങിയല്ലോ, അപ്പം പിന്നെ കുഴപ്പമില്ല. അപ്പം വീട്ടിൽ പോയിട്ട് ചോദിക്കുക എന്താണ് ഡോക്ടർ പറഞ്ഞതെന്നൊക്കെ. ഞങ്ങൾ ആ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നു ഗൈസ്. ശോഭ ചേച്ചി കണ്ണിന് എന്ത് പറ്റിയെന്നാ പറഞ്ഞേ? കണ്ണിന് ഇൻഫെക്ഷൻ. എന്തോന്ന്? ഇൻഫെക്ഷൻ ആണ്. കുറേ നേരം എടുത്ത് സോമ ചേച്ചി പോയിട്ട് തിരിച്ചു വരാൻ. പൊടി കൂടുതലാണെന്ന്. അപ്പം 2 മരുന്ന് തന്നു. നിങ്ങൾ 2 മരുന്നിന് ഒരു മരുന്ന് കിട്ടി, ഒരു മരുന്ന് വൈകിട്ട് കൊണ്ടുതരുമെന്ന് പറഞ്ഞു. അവിടെ ഇല്ലായിരുന്നു, വൈകിട്ട് പുള്ളി കൊണ്ടുവരാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയാണ് ഗൈസ് കണ്ണിന്റെ ഇൻഫെക്ഷൻ. നല്ല വേദന. അതുകൊണ്ടാ കൊണ്ടുപോയെ. വയ്യാങ്കിലോ അല്ലേ എല്ലാം ശരിയായി. അവര് ടെസ്റ്റ് ചെയ്തില്ലേ കണ്ണ്? കൊറേ നേരം ഞാൻ കൊറേ നേരം നോക്കി. അതൊന്നും ഇല്ല, അതൊന്നും പണ്ടേ ഇല്ല. പ്രഷറും കാര്യങ്ങളും ഗ്ലൂക്കോസും ഒന്നും ഇല്ല. പക്ഷെ കണ്ണിനെന്തോ പൊടിയായിരിക്കണം. അച്ഛൻ ഇവിടെ സ്ഥിരമായിട്ട് വരുന്ന അസുഖമാണ്. അങ്ങനെ ശരിയായി. അപ്പൊ ബൈ ഗായ്സ്. ബൈ പറയൂ. അപ്പോൾ ഉച്ചി പറിച്ചുകൊണ്ടിരുന്ന റംബൂട്ടാനൊക്കെ താഴെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. താഴെ ഇറങ്ങിയപ്പോൾ തന്നെ ഞങ്ങളുടെ റംബൂട്ടാൻ തീറ്റക്കാരനും എത്തിയിട്ടുണ്ട്. സ്കൂൾ കഴിഞ്ഞ് അവൻ തിരിച്ചു വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം അവൻ കുളിക്കുന്നതിനൊക്കെ മുമ്പ് തന്നെ തിന്നാൻ തുടങ്ങിയതാണ്. പിന്നെ അവൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇച്ചിരി കടിച്ചിട്ട് അവനത് അങ്ങ് നിർത്തും. പിന്നെ ബാക്കി അമ്മയാണ് കഴിക്കുന്നത്. അവനെല്ലാം ഒന്ന് കരണ്ടി വെച്ചാൽ മതി. പക്ഷെ ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇപ്പം ഇതിനകത്ത് നിന്ന് കുറച്ചെടുത്ത് ഇനി നിശയ്ക്കും മക്കൾക്കും വെക്കണം. പിന്നെ ബാക്കി മൊത്തം ഇവൻ കയറി ഇറങ്ങി തിന്നും. പേടിക്കണ്ട, ഇവൻ നന്നായിട്ട് ഇവന് നല്ല പ്രാക്ടീസ് ആട്ടോ. അത്യാവശ്യം പ്രാക്ടീസ് ഉണ്ട്. പക്ഷെ ഞാൻ പറയും കൊടുക്കരുത്, മക്കൾക്ക് കൊടുക്കരുതെന്ന് പറയും. കാരണം എപ്പോഴാ എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. റംബൂട്ടാനല്ലേ, എന്നാലും ഇവൻ കട്ടൊക്കെ തിന്നും നമ്മൾ കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല. ആരും സങ്കടപ്പെടുകയൊന്നും വേണ്ട കേട്ടോ. സോമ ചേച്ചി ഈസ് ഓക്കെ. സങ്കടപ്പെടുന്ന ഇൻ ദ സെൻസ് കൺസേൺ ഉണ്ടെങ്കിൽ പേടിക്കണ്ട കേട്ടോ. അമ്മ ഓക്കെയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ടാറ്റ ഗൈസ്.